ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ ടിപ്സാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സിലോട്ട് പോവാം. ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ കെറ്റിലുണ്ടാവും. നമ്മൾ കെറ്റിൽ എപ്പോഴും യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ പുറം മൂടി എപ്പോഴും നല്ല ക്ലീനായി നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളത്തിൻ്റെ കറയും അങ്ങനെയൊക്കെ ആയിട്ട് അതൊരു വൃത്തിയില്ലാതൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളത് ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു തവണ നമ്മളിതുപോലെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ടൂത്ത് പേസ്റ്റിന് എടുക്കുന്നതിന് പകരം ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ക്യൂബ് കാലിയായിട്ടുള്ളതുണ്ടല്ലോ, ആ ഒരു കാലിയായിട്ടുള്ള കവർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ഓപ്പൺ ആക്കും. അതിൻ്റെ ഉള്ളിൽ കുറേയൊക്കെ പേസ്റ്റിൻ്റെ അംശം ഉണ്ടാവും. അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ എല്ലാ സൈഡും നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു ബോട്ടമൊക്കെ നല്ല പോലെ തന്നെ ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിലും അത് നല്ല പുതിയതുപോലെ തന്നെ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സ്ഥലത്തും ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് വെള്ളത്തിലൊന്ന് ആക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല രീതിയിൽ നമുക്കത് എല്ലായിടത്തും കറക്റ്റാക്കിയിട്ട് വൃത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു ഇതിൽ മാത്രമല്ല, നമുക്ക് അതുപോലെ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറമോടി നമുക്ക് ഈ ഒരു രീതിയിൽ, അതുപോലെ കുട്ടികളുടെ വാട്ടർ ക്യാനൊക്കെ ഉണ്ട്, സ്റ്റീലിൻ്റെ കവറിങ്ങുള്ള വാട്ടർ ക്യാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറമൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകുകയാണെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേറെ സോപ്പോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം തന്നെ മതിയാവും കേട്ടോ. നല്ല പോലെ നമ്മളൊന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും നന്നായി ഒന്ന് ഉരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. ടൂത്ത് പേസ്റ്റ് നമുക്ക് ഒരുപാട് ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഒരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ടവൽ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മൾ എവിടെ വെക്കണം എന്ന് വെച്ചാൽ നമ്മളവിടെ വെക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കെറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കഴുകുന്നതിൻ്റെ കൂടെ ഇടയിലൊക്കെ ചില ദിവസങ്ങളിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കഴുകി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ തണ്ടില്ലേ, പുതിയ കെറ്റിൽ വാങ്ങുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ രീതിയിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുള്ളാണ്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിലൊക്കെ ചന്ദനത്തിരിയാണെങ്കിൽ ഇതുപോലെ സാമ്പ്രാണിയൊക്കെ നമ്മൾ കത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോയിൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊടി ഉണ്ടല്ലോ, ആ പൊടി നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുപാടില്ല, വളരെ ഒരെണ്ണം കത്തിച്ചതിൻ്റെ മാത്രമാണ് കേട്ടോ ഉള്ളത്. അത് ഇതുപോലെ ചില്ലിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകു വശം നമ്മൾ പുറത്ത് ഇതുപോലെ ആ ഒരു പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ആക്കിയിട്ട് നമ്മൾ കോട്ടൺ തുണി യൂസ് ചെയ്ത് നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ആ ഒരു ചില്ലിൻ്റെ കുപ്പിൻ്റെ പുറം നല്ല ഷൈനിങ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെ നമ്മൾ ചില വീടുകളിലൊക്കെ നമ്മൾ ഈ ഇരിക്കുന്ന സിറ്റ് ഔട്ടിൻ്റെയൊക്കെ ആ ഒരു ബാൽക്കണിയിൽ നമ്മൾ ഈ സ്റ്റീലിൻ്റെ ഇത് വെച്ചിട്ടായിരിക്കും ഈ ചാരുപടിയൊക്കെ വയ്ക്കുക. അതിൽ നമ്മളിതുപോലെ നമ്മൾ ഭസ്മം യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ തുടയ്ക്കാറുണ്ട്. നമ്മൾ അങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ നമ്മൾ വെള്ളം കൊണ്ട് തുടച്ചാലും അതിൻ്റെ ഒരു കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പൊടി യൂസ് ചെയ്ത് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ഷൈനിങ് ആയി കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മൾ ആ സ്റ്റീലിൻ്റെ ആ ഒരു ചാരുപടിയിൽ നമ്മളിതുപോലെ ചെയ്യാം. അതുപോലെ ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴുകാതെ ഈ ഒരു പൊടി യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാക്കണമെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് അതിൻ്റെ പുറത്തുള്ളതെല്ലാം നമുക്ക് ക്ലീൻ ആയി നല്ല ഷൈനിങ് ആയി തന്നെ നമുക്ക് ചില്ലിൻ്റെ പാത്രം നമുക്ക് കിട്ടും കേട്ടോ. ഇത് കുറേ നാൾ ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു കുപ്പിയാണ് കേട്ടോ. നമ്മൾ ജാർ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കുപ്പിയാണത്. അപ്പോൾ ഇത് കുറച്ച് നാളായി ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ അടപ്പിലെല്ലാം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ അടപ്പിൽ ശരിക്കും ഇത്
ആ ഒരു കോപ്പറിൻ്റെ അടപ്പൊന്നും അല്ല, സാധാരണ ഒരു അടപ്പാണ്. അതിൽ ഈ ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തുരുമ്പ് പൂർണ്ണമായി പോവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കാരണം ഇതിൽ നല്ലപോലെ തന്നെ ഒന്ന് തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് വേറെ സോപ്പിൻ്റെയോ ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം മതി. ഇതിപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളിതുപോലെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ തുരുമ്പിൻ്റെ ഭാഗമെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി ഇതേപോലെ ഒന്ന് ഉരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ഉള്ളും പുറവും ഒക്കെ നന്നായി ഒന്ന് ഉരയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ തുരുമ്പെല്ലാം തന്നെ പെട്ടെന്ന് പോയി കിട്ടും. നമ്മളിതിനായിട്ട് നമ്മൾ സോപ്പോ വേറെ ഒന്നും തന്നെ നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ആക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്ത് തുരുമ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വെട്ടുകത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാതെ വെക്കുമ്പോൾ വെട്ടുകത്തിയിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പ് വന്നിട്ടുണ്ടാവും. അതുപോലെ ദോശക്കല്ലിലൊക്കെ തുരുമ്പ് വന്ന ദോശക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മളിതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ആ ഒരു ചില്ലിൻ്റെ കുപ്പിയാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ നേരത്തെ ഞാനത് കഴുകി വെച്ചതാണ്. കഴുകിയിട്ട് അത് നല്ലപോലെ ഒന്ന് ഉണക്കി വെച്ചതായിരുന്നു. അതിൻ്റെ പുറം മൂടിയാണ് ഞാൻ നല്ലപോലെ ഒന്ന് ഈ ഒരു പൊടിയിട്ട് തുടച്ചത്. അപ്പോൾ കണ്ടില്ലേ, കുപ്പി ഞാൻ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ദോശയും ഇഡ്ഡലിയും ആപ്പത്തിൻ്റെ മാവൊക്കെ നമ്മൾ അരച്ച് വെക്കാറുണ്ട്. അപ്പോൾ ദോശയുടെ ഇഡ്ഡലിയുടെ മാവൊക്കെ നല്ല രീതിയിൽ പുളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറച്ച് മാവ് നമുക്ക് എപ്പോഴും വേസ്റ്റായിട്ടൊക്കെ വരാറുണ്ട്. അതുപോലെ വേസ്റ്റായി വന്ന മാവിൽ കുറച്ച് ഉജാല ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായി ഒന്ന് ഉജാല മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു 3-4 ഡ്രോപ്പൊക്കെ ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആക്കിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഈ പുളിച്ച ദോശമാവ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലീനിങ് പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് സിങ്ക്, വാഷ് ബേസിന്, അതുപോലെ സ്റ്റീൽ ടാപ്പ്, അതുപോലെ പാത്രങ്ങൾ വരെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല ഷൈനിങ് കിട്ടും. നമ്മൾ ഉജാല മിക്സ് ആക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായിട്ടും അതുപോലെ കറയെല്ലാം പോകാനും ഒക്കെ ഉജാല നമുക്ക് ഹെൽപ്പാക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലായിടത്തും ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് ഉരച്ചെടുക്കുക കേട്ടോ. നമ്മളിത് ഉരയ്ക്കാനായിട്ട് സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു സാധാരണ ഒരു കവറുണ്ടല്ലോ, നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ, ആ കവറ് നമ്മൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ നമ്മൾ ഒരുപാട് ബലം കൊടുത്ത് ഉരച്ച് ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ്. ഇത് നമ്മൾ ഒന്ന് ആക്കിയിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് നല്ല ക്ലീനായിട്ടും നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമുക്ക് വാഷ് ബേസിൻ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കിതിന് ബ്രഷിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് വാഷ് ബേസിനും നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ നമുക്ക് ക്ലീൻ ആക്കാം. അപ്പം ഞാൻ അതൊന്നും 1 by 1 ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുതലാവുന്നത് കൊണ്ടാണ് സിങ്ക് കഴുകുന്നത് മാത്രം കാണിക്കുന്നത്. സിങ്ക് മാത്രമല്ല, ആ സ്റ്റീൽ ടാപ്പും ഞാൻ നല്ലപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകിയതിന് ശേഷം നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായി തന്നെ നമ്മുടെ സിങ്കും അതുപോലെ സ്റ്റീൽ ടാപ്പും എല്ലാം ആയിരിക്കും. കണ്ടില്ലേ, നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അതേപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ, സെറാമിക്കിൻ്റെ പാത്രങ്ങൾ, ചില്ലിൻ്റെ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. സോപ്പൊന്നും ചേർക്കണം എന്നില്ല. നമ്മൾ സോപ്പ് ഞാനിപ്പോൾ ഇതിൽ ഒരല്പം ഡിഷ് വാഷ് ലിക്വിഡ്, അതായത് 1-2 ഡ്രോപ്പ് മാത്രം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ പാത്രത്തിലേക്ക് കഴുകുന്ന ആ മാവിലേക്ക് നമുക്ക് ഉജാല മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ആ ഒരു മാവിൽ നമ്മൾ പുളിച്ച മാവിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് മാത്രം മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു മാവിൻ്റെ ഇതും എടുത്ത് പാത്രം കഴുകാം എന്നുള്ളത് കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് പാത്രമൊക്കെ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കുമ്പോൾ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ്, നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കൂൾ ഡ്രിങ്ക്സിൽ നമ്മൾ നഫറ്റ്ലൈൻ ബോൾസ് ഇട്ടിട്ടുള്ളൂ. നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ
ഒരു നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് കൂൾ ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കുടിച്ചിട്ട് കുറച്ച് എന്തായാലും ബാക്കി ഉണ്ടാവും. ആ കുറച്ച് ബാക്കി വരുന്നതിൽ കുറച്ച് അതിൻ്റെ ഒരു സോഡയും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കി വന്നിട്ടുള്ള ഒരു കൂൾ ഡ്രിങ്ക്സ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നഫറ്റ്ലൈൻ ബോൾസ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് ഒരു ന്യൂസ് പേപ്പറിലേക്ക് അത് വെച്ചിട്ട് ഒരു ഇടികല്ല് യൂസ് ചെയ്ത് നമ്മളതൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ആക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വരും. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കുന്ന സമയത്ത് അടിയിൽ കോട്ടൻ്റെ ടവൽ വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇത് അങ്ങോട്ട് പോവില്ല. അപ്പോൾ നമ്മൾ ടവൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് പൊടിഞ്ഞ് കിട്ടാനും ഒക്കെ ഹെൽപ്പാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ പാത്രം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം നമ്മൾ എടുക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു പൊടി ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിൽ എവിടെയൊക്കെയാണോ പാറ്റയുടെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഭാഗത്തൊന്നും പാറ്റയുടെ ശല്യം വരില്ല. ഓൾറെഡി നമ്മൾ നഫറ്റ്ലൈൻ ബോൾസ് അതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ വളരെ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ വരുന്ന സ്ഥലത്ത്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ജ്യൂസ് ഉണ്ടല്ലോ, ആ കൂൾ ഡ്രിങ്ക്സ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചല്ല, ഒരു 1/4 ഗ്ലാസോളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എത്ര മിക്സ് ചെയ്താലും ആ നഫറ്റ്ലൈൻ ബോൾസിൻ്റെ അത് കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കില്ല. കണ്ടില്ല, ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പാറി നിൽക്കും കേട്ടോ. പക്ഷേ സാരമല്ല, നമ്മൾ ഇനി ഇതിനെ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന സിങ്ക് ഉണ്ടല്ലോ, സിങ്കിൻ്റെ സ്ലീവിലേക്ക് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വാഷ് ബേസിൻ്റെ സ്ലീവിൽ, അതുപോലെ ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാറ്റ വരുന്നത്, അതിനകത്ത് നിന്ന് പാറ്റയും പ്രാണിയും പുഴുവും വരുന്നതെല്ലാം നമുക്ക് ബാത്റൂമിനകത്തൊക്കെ ചിലപ്പോൾ പഴുതാരയൊക്കെ വരും. ആ വരുന്നതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് ഒഴിക്കുന്നത് കൊണ്ട് ഈ ഇപ്പോൾ സിങ്കിലാണെങ്കിലും എന്തിലാണെങ്കിലും വല്ല അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കറക്റ്റ് ആവാനൊക്കെ ഹെൽപ്പാക്കും. അപ്പോൾ ഇതുപോലെ രാത്രി സമയത്ത് ഒഴിച്ചിട്ട് രാവിലെ ആകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ ആ സ്ലീവിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോകാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.